നാളെ രാവിലെ നമുക്ക് ഒന്നുകൂടെ ചെന്ന് സത്യാമ്മയോട് പറഞ്ഞു നോക്കാം. ശാലിനിയും വാ. കുട്ടികൾ എന്തായാലും പോരാൻ തയ്യാറായി നിൽക്കുകയായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോരുന്നേ. എന്തായാലും നാളെ നോക്കാം. കയ്യാങ്കളിയൊന്നും വേണ്ട, അവരെല്ലാം കഴിക്കാൻ കഴിച്ചാ മതി. രാഘവേട്ട രണ്ടിനും നല്ല വാശിയാ. ആ അക്കാര്യത്തെ അവർ അച്ഛമ്മയും മോശമൊന്നുമല്ലല്ലോ. 10 ഗുണം 10 ഗുണമെന്നല്ലേ പറയുന്നേ. സത്യമേ, ഞാൻ കൊടുക്കാം. രാഘവേട്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ, അല്ലാതെ തന്നെ വിറഞ്ഞു നിൽക്കാ ഞാൻ. കുട്ടികളെ കൂട്ടിലിട്ട് വളർത്താനൊന്നും പറ്റത്തില്ല. ഇതുപോലെ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും കൂടെ നിർത്താനും പറ്റത്തില്ല. ഓ ദേ, ഞാൻ ഇപ്പോഴും പറയുവാ, അവരവരുടെ അമ്മയുടെ കൂടെ വളരുന്നതാണ് നല്ലത്. നീ എങ്ങനെയൊക്കെ വളർത്തിയാലും ശരി, പൊന്നുകൊണ്ട് തുലാഭാരം നടത്തിയെന്ന് പറഞ്ഞാലും ശരി, അവരവരുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോവും. ആ അതെ, ഇപ്പൊ നീ ഇവരുടെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാലേ നിന്നോട് അവർക്ക് ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടാവും. ഇല്ലെങ്കിലേ അവർ തന്നെ ശപിക്കും. നീ ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടേ ചിലപ്പം അവർ സർവേശ്വരോട് പ്രാർത്ഥിച്ചെന്നിരിക്കും. അതിനൊക്കെ ഇടവരുത്തണോ ഭാമേ? ഞാൻ പറയാനുള്ള പറഞ്ഞ്, പിന്നെയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഓ ആയിക്കോട്ടെ. ആ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മക്കളെ നിങ്ങൾ എവിടെ പോയി? എന്തിയേ? എങ്ങനെ ഈ പിള്ളേരൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? ഇത് മുഴുവൻ കഴിക്കണം കേട്ടോ. അതിങ്ങെടുത്ത്. കഴിക്ക് ചന്ദ്രേ. ചേച്ചി, ഇതൊക്കെ ആർക്കാ? ഞാൻ എന്റെ കൂടെ മക്കളില്ലെന്ന കാര്യം മറന്നുപോയി. അത് സാരമില്ല ചേച്ചി, എനിക്കും ചിലപ്പോൾ ഓർക്കാതെ പറ്റിയിട്ടുണ്ട്. വീട്ടിലെ അച്ഛന് ഞാൻ ഇതുപോലെ പലവട്ടം ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ഓർക്കില്ലല്ലോ. കുട്ടികളെ പോയി കൊണ്ടുവരണം ചേച്ചി. അവരുടെ കളിയും ചിരിയൊക്കെ ഈ വീട്ടിൽ നിറയണം. എന്നാലേ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സങ്കടങ്ങൾക്കൊക്കെ ഒരു അയവ് വരും. അവര് കുട്ടികളെ വിട്ടു തരില്ലേ? മക്കൾക്ക് വേണ്ടി തല്ല് പിടിക്കണ്ടല്ലോ എന്ന് കരുതിയാ അവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ നിവർത്തിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? മക്കളോട് അവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നെ കാണാതെ അവരൊരു 1-2 ദിവസമൊക്കെ നിൽക്കുമായിരിക്കും. പിന്നെ അവർ വഴക്കുണ്ടാക്കും. നാളെ പോയി കുട്ടികളെ കൊണ്ടുപോവാ ചേച്ചി. അവരിവിടെ നിൽക്കട്ടെ. അവർക്കും അത് തന്നെ ആയിരിക്കും ഇഷ്ടം. എന്നാ പിന്നെ അവർക്കായി വിളമ്പിയത് ചേച്ചി കഴിക്ക. അല്ല, ശിവൻ അവിടെ കണ്ടില്ലല്ലോ? ഞാനിവിടെ ഉണ്ട്. എന്നാ പിന്നെ റാണി, എനിക്ക് വിളമ്പിക്കോ? ദേ, വിളമ്പി വെച്ചേക്കോ. പക്ഷെ ശിവേട്ടനല്ല, ശാലിനി ചേച്ചിയുടെ മക്കൾക്കാണെന്ന് മാത്രം. അതിന് അവരിവിടെ ഇല്ലല്ലോ. അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നെ. ദേ, ചേച്ചിയോട് നാളെ പോയി പപ്പയെ സത്യം കൊണ്ടുവരാൻ പറയായിരുന്നു. ദേ ചേച്ചി, അവരിവിടെ ഇല്ലെന്ന് ഓർക്കാതെ അവർക്ക് വരെ വിളമ്പി വെച്ചു. നാളെ രാവിലെ നമുക്ക് ഒന്നുകൂടെ ചെന്ന് സത്യാമ്മയോട് പറഞ്ഞു നോക്കാം. ശാലിനിയും വാ. കുട്ടികൾ എന്തായാലും പോരാൻ തയ്യാറായി നിൽക്കുകയായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോരുന്നേ. എന്തായാലും നാളെ നോക്കാം. എന്താ, നീ കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട ഏട്ടാ, വിശപ്പില്ലാഞ്ഞിട്ട്. ചന്ദ്രയുടെ കഴിപ്പൊക്കെ ഇപ്പൊ ഇങ്ങനെയാ. ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കും. അത് നമ്മളെ സമാധാനിപ്പിക്കാൻ.
പ്രകാശിനെ വണ്ടി ഇടിപ്പിച്ച ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. അച്ഛനാണ് ചെയ്യിപ്പിച്ചെന്നാ അവൻ മൊഴി കൊടുത്തിരിക്കുന്നേ. സത്യമോളെ, സത്യമോളെ, സത്യമോളെ. എന്താ എന്താ അച്ഛച്ച? എഴുന്നേക്ക്, പതുക്കെ പതുക്കെ. എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. പപ്പി, പപ്പി, പപ്പി മോളെ, പപ്പി മോളെ. എന്തോ എഴുന്നേക്ക്, എഴുന്നേക്ക്, വാ, 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 വാ. പതേ, 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 പതേ. ഇങ്ങോട്ട് വാ, മിണ്ടല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ മോളെ. മിണ്ടല്ലേ, മിണ്ടല്ലേ, മിണ്ടല്ലേ. മിണ്ടാതെ നിങ്ങൾ നടന്നോ. വാ, 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 വാ. പതുക്കെ നടക്ക്. എന്താ അച്ഛച്ച കാര്യം? പതുക്കെ പറ, മിണ്ടാതെ. അതെ, ഞാനേ നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ്റെ മേടത്തെത്തിക്കാം. എപ്പോ? ഇപ്പൊ തന്നെ പാം. അത് കൊള്ളാം. ഇപ്പോഴാണെങ്കി സത്യം ഉറങ്ങുവാണല്ലോ. അതെ 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 അതെ. പിന്നെ നിങ്ങളിപ്പോ താമസിക്കുന്ന വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാലോ? അത് നിങ്ങൾക്കറിയാം. എന്നാ പാ, വാ, വാ, വാ. വാ. പാ, വേഗം നടന്നോ. വേഗം ഒന്ന് വാ അച്ഛച്ച. വാ, പതുക്കെ പോ, പതുക്കെ പോ. ഒന്ന് വേഗം വാ അച്ഛച്ച. പതുക്കെ പറ പപ്പി. വാ. ഞാൻ വരട്ടെ, എനിക്ക് നടക്കാൻ പറ്റുമോ?